പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥം ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, പടല പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ
നിൻ്റെ സമാധാനത്തോടെ ഭരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേചനപരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപരമാണ്. നമ്മൾ ചോദിച്ചാൽ ആർക്കും ദൈവം തരും. കാര്യം ദാനം എല്ലാവർക്കും ലഭിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. ലുക്കായുടെ സുവിശേഷം 12:56. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഓരോരോ സമയം വരുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതെന്തിനു വേണ്ടിയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് കരുതലെടുക്കേണ്ടത്, ഇങ്ങനെ ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഡിസേൺമെൻറ്റ് ചിന്തിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമില്ലേ, വാട്ട് സ്പിരിറ്റ്സ് ലീഡ്സ് യു? അപ്പോൾ അവരുടെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായി, ശരിക്ക് സ്പോട്ടിൽ മനസ്സിലാക്കണം. ലുക്ക 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിനാണ് വിവേചനം എന്ന് പറയുന്നത്. ഒരു സംഭവം കേൾക്കുമ്പോൾ വിവേചനം നമുക്കിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് കൂടാൻ പറ്റത്തില്ലല്ലേ. ഒരാൾ നിറച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയണത് യെസ് ഓർ നോ പറയേണ്ടി വരും. ചിലപ്പോൾ യെസ് നോ പറയേണ്ടി വരും. അതിന് നമ്മൾ നല്ല ഒന്നാമത്തെ ജാഗ്രത വേണം, ദൈവജാഗ്രത വേണം, ദൈവമായിട്ട് നല്ല റിലേഷൻസ് വേണം. ഈ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ അറിയുക, വെളിപാടുകളാണ്. കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. യോഹന്നാൻ 14:21. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. വിവേചന വരത്തിന് സഹായിക്കുന്നത് വിവേചന ഒരു വെളിപാടാണ്. ശരിക്കും കർത്താവുമായി നല്ല ബന്ധമുള്ളവരാകുമ്പോൾ അതിനകത്തുള്ള വിഷയം നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല, നമുക്ക് തെറ്റുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്ക് ഇടറുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ പറയും ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. വിവേചനപരത്തിൻ്റെ ഒരു സോഴ്സ് ഇൻറ്റിമസിയാണ്. ശരിക്കും ഡിസേൺമെൻറ്റ് ഔട്ട് ഓഫ് ഇൻറ്റിമസിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ദൈവശാസ്ത്രങ്ങളല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കരിസ്മാറ്റിക് തിയോളജിയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യം ദൈവശാസ്ത്രജ്ഞന്മാരല്ല ശരിക്കും ബൈബിളിൻ്റെ ഉപകരണമായിട്ട് വന്നത്, അപ്പോസ്റ്റലിക് കരിസ്മാറ്റിക്സാണ്. അതാണ് വിഷയം. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്, ദൈവസ്നേഹത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പിന്നീട് ദൈവശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ അപ്പോസ്റ്റലന്മാർ പറഞ്ഞത് ദൈവ അനുഭവങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വെളിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒന്നാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനത്തിൻ്റെ സോഴ്സാണ്. അപ്പം എപ്പോഴും എൻ്റെ മക്കൾ ദൈവസ്നേഹമുള്ളവരായിരിക്കാൻ, ആ സ്നേഹം ദൈവത്തിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വിവേചനം പെട്ടെന്നുണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.
പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും സാക്ഷികളാക്കിയതിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രമ്യ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, കോമളപുരത്ത് നിന്നാണ് വരുന്നത്. അമ്മയുടെ ഞാൻ പ്രാർത്ഥിച്ചതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. ഇത് ഇഷീൻ, ഇത് ഇനയ, ഇതെൻ്റെ ഹസ്ബൻഡ്, ഇത് അമ്മ. എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ മക്കൾ. അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഇവിടെ വന്ന് മാതാവിനോട് അപേക്ഷിച്ചതാണ് എൻ്റെ ഈ മക്കൾ. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിവിടെ വരികയും മാതാവിനോട് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ കല്യാണം 2021 മെയ് 9 ആയിരുന്നു. 2 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ അകത്ത് എനിക്ക് ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മാതാവ് 2 പൊന്നോമനകളെ തന്ന് അനുഗ്രഹിച്ചു. ഇരട്ടക്കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. മാതാവിനെ ഞാൻ ഓരോ ഇതും പറയുമ്പോൾ ഓരോ കോളത്തിലും ഞാൻ പല രീതിയിൽ മക്കളെ തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് മാതാവ് അത് തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ഞാൻ ഒരുപാട് ഇവിടെ വന്ന് ആ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. മാതാവിനോട് ഞാൻ എന്നും പറയും, മാതാവേ എനിക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആകണം. അത് ഞാൻ ഡേറ്റ് ഇട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്തെ മാതാവിൻ്റെ ഒരു പേപ്പറിലും എഴുതി മാതാവിൻ്റെ കാൽ കീഴിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 2024 ഡിസംബർ 31 തീരുന്നതിന് മുമ്പായി തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എനിക്ക് അറിയാൻ സാധിക്കണമെന്ന്. ഞാൻ അതുപോലെ തന്നെ നവംബർ 12 2024 ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. എന്ന് ഞാൻ മാതാവിനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എല്ലാവരും കാണുന്നു മാതാവിനെ, എനിക്കും മാതാവിനെ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ സാധിക്കണമെന്ന്. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കും മാതാവ് വരുന്നുണ്ടോ എന്നുള്ളത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ മെഴുകുതിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും മാതാവിനെ ഞാൻ കാണുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതേ ദിവസം തന്നെ ഞാൻ വൈകുന്നേരം പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയുമായിരുന്നു. അതുപോലെ ഞാൻ ഒരു 5-8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെക്കപ്പിന് ചെന്നു. അവർ സ്കാൻ ചെയ്തു, പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മാതാവിനോട് വന്ന് നന്ദി പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മാതാവ് മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടു. അന്ന് എനിക്ക് ചെറിയൊരു ഡിസ്ചാർജ് പോലെ വരികയും ഞാൻ ഹോസ്പിറ്റലിൽ പോകുകയും ചെയ്തു. അന്ന് ചെന്ന് സ്കാനം ചെയ്ത് അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. അന്നാണ് ഞാൻ അറിയുന്നത് എനിക്കൊരു കുഞ്ഞല്ല എന്നുള്ളത്. ഞാൻ അന്നാണ് അറിയുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പ്രഗ്നൻസിയിലൂടെ കടന്നുപോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും. ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പിന്നീട് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടുത്ത കുഞ്ഞും ഉണ്ടെന്നറിഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് വന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. ഞാൻ ഒരു കുഞ്ഞിനെയാണ് ആവശ്യപ്പെട്ടത്, പക്ഷേ മാതാവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഏറ്റവും വലിയ ഒരു കാര്യം അതായിരുന്നു. എനിക്കത് പറയണം, അത് നടന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുമെന്ന് ഞാനിവിടെ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കിട്ടിയത് എനിക്കിവിടെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ മെയിനായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ബ്ലെസ്സിങ്സ് മേടിക്കണമെന്നും ഇതിവിടെ പറയണമെന്നും ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ പ്രഗ്നൻസിയിലൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിച്ചു. ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. 9 മാസം കടന്നു പോകുന്നതും എനിക്ക് വലിയ ഇതൊന്നും മാതാവ് അറിയിച്ചു തന്നില്ല. ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം എനിക്ക് ഒന്നും ആ ഒരു
വേദനകളോ മറ്റുള്ളതോ ഒരു ഇതും ഞാൻ അറിഞ്ഞിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ ഇച്ചുകുട്ടൻ പോയി ഒരു ദിവസം കട്ടിലിൽ നിന്ന് മേളിൽ നിന്ന് താഴത്ത് വീണ്. അന്ന് ഒരുപാട് ഞങ്ങൾ പേടിച്ച് കരയൊക്കെ ചെയ്തു. പക്ഷേ അവൻ ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നത്. അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഓർത്തു, മാതാവ് താങ്ങി പിടിച്ചതായിരിക്കും, അല്ലെ മാതാവ് വാങ്ങിച്ചതായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അവന് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവൻ ശരിക്കും കരയ പോലും ചെയ്തില്ല. അവൻ അത്രയും മേളിൽ നിന്നാണ് താഴത്ത് വീണത്. പക്ഷെ അവന് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ പോകുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയുടെ തടസ്സം ഉണ്ടാകുകയും വാട്ടർ അതോറിറ്റിയിൽ പ്രശ്നം ഉണ്ടാകുകയും ചെയ്തപ്പം ഞാൻ മാതാവിനോട് ഒരു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അതും നീക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു തന്നു. അതുപോലെ എൻ്റെ പ്രഗ്നൻസിയിൽ എന്നെ ഡെലിവറി കഴിഞ്ഞ് ഇറക്കിയപ്പോൾ എൻ്റെ ബ്രസ്റ്റിലൊരു ചെറിയ പിമ്പിൾ പോലെ ഉണ്ടായിരുന്നു. അത് പഴുത്തങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ ഫീഡ് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല. പൊട്ടി കൊച്ചിൻ്റെ അകത്ത് പോകുമോ, അവർക്ക് പേടിയായിരുന്നു. പിന്നെ സർജനൊക്കെ വന്ന് നോക്കി, കുഴപ്പമൊന്നും ഇല്ല, ഫീഡ് ചെയ്യിപ്പിക്കേണ്ട, ഇപ്പോഴത്തെ വശം കൊണ്ട് ഫീഡ് ചെയ്യിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇത് ഞാനിനി കാണരുതേ, മക്കൾക്ക് യാതൊരുവിധ പ്രശ്നം അതുകൊണ്ടുണ്ടാകരുതേ, എനിക്ക് അത് മാറ്റി തരണേ എന്നുള്ളത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിറ്റേ ദിവസം കുളിക്കാൻ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ആ പിമ്പിൾ അവിടെ ഇല്ല. പൂർണ്ണമായും അത് മാതാവ് മാറ്റി തന്നു. അതിൻ്റെ ഒരു പാട് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാനത് ഉടമ്പടിയിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ആ കട്ടിലേ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു നിയോഗമാണ് ഇത്. മാതാവിനോട് ഒരുപാട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു അതിര് പ്രശ്നം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് അത് ഒരു കോംപ്രമൈസും ആകാതെ വഴക്കിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ, വഴക്കിട്ട് പിരിയുക, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അതിര് പ്രശ്നം മാറ്റി അവിടെ മതിൽ കെട്ടി അടക്കണമെന്ന് ഞാൻ ഒരു നിയോഗമായി വെച്ചിരുന്നു. അതും മാതാവ് അനുഗ്രഹിച്ചു. എല്ലാം മാറ്റി അത് എല്ലാം മതിൽ കെട്ടി അടച്ച് ആർക്കും ഒരു പ്രശ്നമില്ലാതെ വഴക്കില്ലാതെയൊക്കെ മാറ്റി തരികയാണ് ഉണ്ടായത്. കാരുണ്യപ്രവർത്തി ചെയ്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പഠനോപകരണങ്ങളും മറ്റു കാര്യങ്ങളും അതും ഇതുമൊക്കെ നൽകി. പിന്നെ ഞാൻ പ്രഗ്നൻസിയുടെ ഇടയിലായതുകൊണ്ട് സാമ്പത്തിക സഹായം അങ്ങനെയാണ് നൽകിയത്. അപ്പം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് വേറെ പോയി പിന്നെ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. പിള്ളേരുടെ നാൾ വരുമ്പോൾ ഒരു അനാഥാലയത്തിൽ പോയി അവർക്ക് ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ച് അതിൻ്റെ പൈസ മാറ്റി വെച്ചു. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ചെയ്തത്. പിന്നെ ഇപ്പോഴാണെങ്കിലും മക്കൾക്ക് പനിയോ കാര്യങ്ങളോ വന്നാൽ ഞാൻ ആ എണ്ണ ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുകയും തേൻ കൊടുക്കുകയും ഉപ്പിടുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവിനെ ഞാൻ ഒരുപാട് നന്ദി പറയണു. അമ്മ മാതാവിനും തിരുകുമാരനും പറഞ്ഞാലും തീരാത്ത നന്ദിയാണ്. ഞാൻ ഒരാവശ്യമായിട്ടാണ് ശരിക്കും ഇവിടെ വന്നത്. അപ്പം എനിക്ക് ഒരാളെ ചോദിച്ചപ്പോൾ രണ്ടാളെ തന്ന മാതാവിന് ഒരുപാട് കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനം 139:16. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് രമ്യ കോമളപുരം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മകള് എൽത്താരക്ക് മുമ്പിൽ കടന്നു വരികയും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമായ കുഞ്ഞുങ്ങളെ ലഭിക്കുക എന്ന സന്തോഷമാണ് ഈ മകള് ഇവിടെ നമുക്ക് മുമ്പിൽ പങ്കുവെച്ചത്. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇരട്ട കുട്ടികളെയാണ് ഈ അമ്മ മാതാവ് ഈ മകൾക്ക് നൽകി അനുഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ പ്രഗ്നൻസി സമയത്താണെങ്കിലും നേർച്ച വസ്തുക്കളുടെ ഉപയോഗങ്ങളാണെങ്കിലും ഈ മകളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആശ്വാസമാണ് ഉണ്ടായത്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ജീവിത പങ്കാളിയുടെ
തൊഴിൽ സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും മാറ്റുകയും കുറേ നാളുകൾ കൊണ്ട് നടന്നിരുന്ന അതിരി തർക്കങ്ങളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ഉടമ്പടി ജീവിതം തന്നെയാണ്. ഈ ഉടമ്പടി ജീവിതത്തിൽ കൂടുതലായിട്ട് നന്മയിൽ ജീവിക്കുവാനും അതുപോലെ തന്നെ സമയത്തിൻ്റെ ചുരുക്കത്തിൽ തന്നെയാണെങ്കിലും ചില സമയങ്ങളുടെ അടയാളത്തിലൂടെയാണെങ്കിലും ഈ മകൾക്ക് പരിശുദ്ധ അമ്മയെ കാണുവാനും സന്ദർശിക്കാനുമൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. ഈ മകളോട് ചേർന്ന് അമ്മയോട് നന്ദി പറയാം. ഒപ്പം ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഇവരെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ സാക്ഷി ശ്രവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായി മാറ്റാൻ നമ്മളെയും ഒരുക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മരിയ അമ്മയുടെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്നെ എൻ്റെ കുടുംബത്തിനെയും സാക്ഷിയാക്കി ഉയർത്തിയതിന് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് വിദ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് സജി, എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ മോൾ ദിതി. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഒരു ടീച്ചർ ആൻറ്റി ഉണ്ടായിരുന്നു. എല്ലാ മാസവും പള്ളിയിൽ വന്ന് വരാറുണ്ട്. ഞാൻ നേർച്ച പൈസയൊക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ 2024 ആദ്യമായിട്ട് അമ്മയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, ഞങ്ങൾ താമസിക്കുന്ന ഭവനം എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് എഴുതി കിട്ടിയിട്ടില്ല. 35 വർഷമായിട്ട് ഞങ്ങൾ അതിൽ താമസിക്കുന്നു. അതിനകത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേരിലോട്ട് ആ വസ്തു ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഈ തടസ്സങ്ങളെല്ലാം മാറ്റി അതിൻ്റെ മേലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അമ്മയുടെ ഇടപെടൽ കാരണം മാറ്റിത്തരികയും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ലോൺ അമ്മ തയ്യാറാക്കി തരികയും അത് പ്രകാരം ഞങ്ങൾക്ക് ആ ഭവനം നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു. 35 വർഷമായിട്ട് ഒരു വാടക വീട് പോലെയാണ് ഞങ്ങൾ അതിനകത്ത് കഴിഞ്ഞത്. അപ്പം അതിനുശേഷം അമ്മയുടെ കറക്റ്റായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഞങ്ങൾക്ക് ആ വസ്തു സ്വന്തമായിട്ട് കിട്ടി. അതെൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാൻ കൊല്ലത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS ഒന്നും ഇത്രയും പൈസ കൊടുത്ത് പഠിച്ച് എഴുതാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ ചുമ്മാതെങ്കിലും പറയുമായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പൈസയൊന്നും ചിലവാകാതെ ഞങ്ങളെ കൊണ്ടുപോകുന്ന രീതിയിൽ, പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി എന്ന പോലെ നോർക്ക വഴി ജർമ്മനിയിലോട്ട് ഒരു ജർമ്മൻ B1 ലെവൽ വരെ പഠിപ്പിക്കുകയും അവർ തന്നെ സെലക്ഷനാക്കി ജർമ്മനിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു. അങ്ങനെ എനിക്കതിന് സെലക്ഷൻ കിട്ടി. അതിൻ്റെ ഇൻ്റർവ്യൂവിനായാലും പരീക്ഷയ്ക്കായാലും അമ്മയുടെ നേർച്ച വസ്തുക്കളും ഉപ്പായാലും തൈലമായാലും ഞാൻ ഉപയോഗിച്ചാണ് പോയിരുന്നത്. അതുപോലെ തന്നെ അമ്മ എനിക്ക് നേടിത്തരികയും ഇപ്പം അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ ജർമ്മനിയിൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഇപ്പം ഞാൻ എമർജൻസി 15 ദിവസത്തെ ലീവിന് വന്നതാണ് അമ്മയുടെ ഈ സാക്ഷ്യം പറയാനായിട്ട്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് സൗദി എയർലൈൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ പ്രഷറും എൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഒരു താമസം, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാരണം എൻ്റെ നിർബന്ധപ്രകാരം പുള്ളി ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വരേണ്ട ഒരു കാര്യമുണ്ടായി. അതിനുശേഷം പുള്ളിക്ക് നാട്ടിൽ നല്ലൊരു ജോലി കിട്ടാതായി. പിന്നെ തിരിച്ച് സൗദിയിലോട്ട് പോകാൻ പറ്റാതായി. അതും അമ്മയുടെ മുമ്പിൽ ഉടമ്പടി വെച്ചു. അത്ഭുതകരമായ വിധം പുള്ളിയുടെ ഒരു സുഹൃത്ത് ഇങ്ങോട്ട് വിളിക്കുകയും ഒരു വേക്കൻസി ഉണ്ട്, സജി അങ്ങോട്ട് വരുന്നോയെന്ന് ചോദിച്ചു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാവുകയും ഇപ്പോൾ സൗദിയിൽ ഇൻഹാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ എന്ത് കാര്യത്തിന് പോയാലും അമ്മയുടെ കാശ് രൂപ എൻ്റെ കയ്യിൽ വെക്കും. അത് എൻ്റെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും എൻ്റെ ദിവസം തുടങ്ങുന്നത് തന്നെ അമ്മയുടെ കാശ് രൂപം എൻ്റെ കയ്യിൽ കാണും. അമ്മയുടെ തൈലം ഞാൻ എന്നും രാവിലെ തേച്ചിട്ടാണ് പോകാറുള്ളത്. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലും എല്ലാം മരുന്നിന് മുന്നേ ഞാൻ എൻ്റെ ഈ തൈലമാണ് ഉപയോഗിക്കുന്നത്. ഉപ്പും ഉപയോഗിക്കാറുണ്ട്. ഈ ജർമ്മൻ്റെ എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും, ഇൻ്റർവ്യൂവിനായാലും എക്സാമിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അതെനിക്കൊരു ധൈര്യമാണ്. കൊന്ത ഉപയോഗിക്കാറുണ്ട്, അതും എനിക്കൊരു ധൈര്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എപ്പോഴും എൻ്റെ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമെന്ന്, ഞങ്ങളുടെ കുടുംബത്തിനെ പൊതിഞ്ഞു പിടിക്കണമെന്ന്
ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എന്നും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. പത്രം മേടിച്ച് പള്ളി മുറ്റങ്ങളിലും വരുന്ന ആൾക്കാരുടെ അടുത്തും, ഹിന്ദുക്കൾ തന്നെ ആണെങ്കിലും അവരുടെ അടുത്ത് അമ്മയുടെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ജർമ്മൻ പത്രം മേടിച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അവിടുത്തെ ജർമ്മൻ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെല്ലാം സഹായിക്കാറുണ്ട്. ശരണാലയങ്ങളിലും അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങൾ വളരുന്നിടത്തും എന്നെക്കൊണ്ടാവുന്ന ഒരു തുക ഞാൻ മാസം നീക്കി വെക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ആര് സഹായത്തിന് വന്നാലും വെറും കൈയോടുകൂടി ഞാൻ മടക്കി വിടാറില്ല. എൻ്റെ വീട്ടുകാരായാലും ഞാനായാലും രാവിലെ വചനത്തോടു കൂടിയാണ് ജീവിതം തുടങ്ങുന്നത്. ബൈബിള് വായിക്കാറുണ്ട്. 91 സങ്കീർത്തനം മുടങ്ങാതെ വായിക്കാറുണ്ട്. വചനം വായിക്കാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട്. ചൊവ്വാഴ്ച ധ്യാനം കൂടാറുണ്ട്. 1 മണിക്കൂർ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് 1 മണിക്കൂർ സ്വസ്ഥമായിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെയും വൈകിട്ടും കൊന്ത ചൊല്ലാറുണ്ട്. കൊന്ത എല്ലാം പഠിച്ചത് ഞാനൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നഴ്സിംഗ് പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട്. അവിടെ ഒരു ചാപ്പൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അവിടെ നിന്ന് എൻ്റെ കൂട്ടുകാരികളെല്ലാം കൊന്ത ചൊല്ലുന്ന വഴി ഞാൻ പഠിച്ചതാണ്. അന്ന് ഉടമ്പടി വന്നതിന് ശേഷമാണ് കുടുംബത്തിലും ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങളുണ്ടായത്. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള, അതായത് ഈ ജർമ്മൻ തന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് ഈ ജർമ്മനിയിൽ ഇപ്പോൾ എത്തിപ്പെട്ടത്. അവിടെ ചെല്ലുമ്പോഴും എനിക്ക് അത്ഭുതമാണ്. ഞാനിവിടെ വന്ന് എത്തിപ്പെട്ടത് ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു. അത് ഉടമ്പടിക്ക് ശേഷമാണ് എനിക്ക് സാക്ഷാത്കരിച്ചത്. ഞങ്ങൾക്ക് എല്ലാം തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. സങ്കീർത്തനം 23 2-ാം വചനമാണ്. നല്ലിടയൻ തൻ്റെ ആടുകളെ പച്ചപ്പുള്ള സ്ഥലത്തേക്കും ജലാശയത്തിലേക്കും നയിക്കുന്നത് പോലെ ഇന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഉടമ്പടി മക്കളെ ദൈവമാണ് നയിക്കുന്നത്. പച്ചപ്പുള്ള ആ സ്ഥലം ഒരുപക്ഷെ കൃപാസനം അമ്മയുടെ ഈ സന്നിധിയാണ്. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും കരങ്ങൾ പിടിച്ച് ആ പച്ച പുൽത്തകിടിയിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാശ്വാസവും സന്തോഷവും സമാധാനവും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. മനസ്സിലെ ഭയങ്ങളും രോഗങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ആവാം ഒരുപക്ഷെ നാം പരിശുദ്ധ അമ്മയുടെ അരികിലെത്തുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരെയും കണ്ണുനീർ തുടച്ച് നമ്മെ തിരിച്ചുവിടുന്ന ഒരമ്മയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ നിന്നും നമ്മുടെ എല്ലാ ആശങ്കകളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും എല്ലാം കൂടെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയുടെ വാത്സല്യവുമാണ് നമ്മുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യ എന്ന മകളുടെ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 35 വർഷത്തോളവും വീട് സ്വന്തം സ്ഥലപ്പേരിലില്ലായിരുന്നു. 35 വർഷം നടക്കാത്ത കാര്യമാണ് ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥത വഴി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും നടത്തിക്കൊടുക്കുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. പിന്നീട് ഒരു ജോലിയുടെ കാര്യമാണ്. അതും ഈ മകൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അതൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് യൂറോപ്യൻ കൺട്രിയിൽ ഒരു ജോലിക്ക് പോകണം, അതമ്മ ക്രമീകരിച്ച് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നോർക്ക കമ്പനി വഴി പെട്ടെന്ന് തന്നെ ഈ മകൾക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജർമ്മനിയിൽ ജോലി ലഭിക്കുകയാണ്. ഇവിടെ നമുക്ക് മെറിറ്റില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അതൊക്കെ നമ്മുടെ കഴിവ്, നമ്മുടെ മെറിറ്റില്ലായ്മയാണ്. നമുക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം സാധ്യമാണ്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നിയോഗം വെക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, കൃപയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മകൾക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ജർമ്മനിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി നൽകിയത്. അതുകൂടാതെ ഹസ്ബൻഡ് ജോലിക്കാരെ നിയോഗമായി സമർപ്പിച്ചു. സൗദിയിൽ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെയും നല്ലൊരു കമ്പനിയിൽ തന്നെയാണ് സൂപ്പർവൈസറായിട്ട് ജോലി നൽകിയത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കാരുണ്യവുമൊക്കെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, ഈ മകൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴെല്ലാം
ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലവും തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകൾ ഓരോ കാര്യത്തിനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാവും ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും ഒക്കെ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനവും. ജർമ്മൻ ഭാഷയിൽ പോലും പത്രം മേടിച്ച്, കൃപാസനം പത്രം മേടിച്ച് ജർമ്മനിയിൽ കൊണ്ടുപോവുകയും എല്ലാവരെയും സഹായിക്കാൻ കഴിയുന്നതിന് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നത്. അക്രൈസ്തവരായ ഈ മക്കൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയും അമ്മയും കനി നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഇന്ന് ഈ മക്കൾ വന്നിരിക്കുന്നത്. ഇവരെ ഇനിയിപ്പം തിരിച്ച് സൗദിക്കും ജർമ്മനിക്കുമൊക്കെ തിരിച്ചു പോകുമ്പോഴും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാൻ മറന്നില്ല. നന്ദി പറയുന്നത് ഈശോയുടെ അമ്മയുടെ സ്നേഹത്തെ പ്രതിയാണ്. കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക, അതും മറ്റുള്ളവരുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെയും ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കുന്ന, ദൈവത്തിന് നൽകുന്ന ഓരോ അനുഗ്രഹത്തിനും മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. അതും മറക്കാതെ ഇന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം ഇന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പച്ചപ്പുള്ള മേച്ചിൻ പുറങ്ങളിലേക്ക്, ജലാശയമുള്ള ആ സ്ഥലങ്ങളിലേക്ക് മേയ്ക്കുവാനായിട്ട് നമ്മുടെ കരങ്ങളെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ നയിക്കുന്നത്. അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾക്കും ആ അനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദ്യയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.